ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം പുരന്ദരാനുഗ്രഹം. ചൊന്നേൻ പുരന്ദരാനുഗ്രഹം ചൊല്ലുവാനിന്നു തുടങ്ങുന്നിതെന്നാൽ അതിൻ മുൻപിൽ സൃഷ്ടി ചൊല്ലിയിടുന്നിതിഷ്ടവരങ്ങളും കിട്ടി സമുദ്രത്തിൽ നിന്നു കരേറിയ ഭക്തിപ്രവരരായി മേവും പ്രചേതാക്കൾ 10 പേരാലുമൊക്കെ ദഹിപ്പിക്കുന്ന വൃക്ഷഷണ്ഡങ്ങളെ കണ്ടുടനപ്പൊഴു തൃക്ഷപ്രവരനുനയിച്ചാദരാൽ വൃക്ഷങ്ങൾ തന്നനർത്ഥങ്ങളും തീർത്തുകൊണ്ടക്ഷണമങ്ങു വാർഷാഖ്യയാം കന്യയെ സത്വരമൻപോടു നൽകിനാനങ്ങവൻ. 10 പേരും കൂടെ വേട്ടാരവളെയും ദക്ഷൻ അവളിൽ നിന്നുദ്ഭവിച്ചിടിനാൻ. ദക്ഷൻ മനസാപ്യനേകം പ്രജകളെ സൃഷ്ടി ചെയ്താനതു പോരാഞ്ഞു പിന്നെയും തുഷ്ടി കലർന്നു വിന്ധ്യാദ്രിസാനുസ്ഥലം ഗത്വാ തപസു ചെയ്തന്നവൻ ഹംസഗുഹ്യത്താൽ അഖില ജഗൽപതി മാധവൻ തൽസ്തുതി ചെയ്തു നന്നായി പ്രസാദിപ്പിച്ചു നിൽപ്പവൻ മുമ്പിൽ പ്രകാശിച്ച നാഥനെ കണ്ടു തൊഴുതു വന്ദിച്ചു വിനീതനായിണ്ടലൊഴിഞ്ഞവനായിക്കൊണ്ടധോക്ഷജൻ കുണ്ഠത തീർത്തു കൊടുത്താനസിഗ്നിയാം വണ്ടാർ കുഴലിയെയും കൊണ്ടുപോന്നവൻ. തണ്ടാർ ശരക്രിയയാ രമിക്കുന്ന നാൾ ഉണ്ടായിതങ്ങവൾ പെറ്റു നിരന്തരം ഹര്യശ്വന്മാരെന്നു പേരായ പൂരുഷവര്യന്മാർ നന്ദനന്മാർ 10,000. സർവജ്ഞന്മാരവരാത്മയോഗത്തെയും നിർവഹിച്ചാനന്ദ തൽപരരായുടൻ നാരദശാസനയാൽ അഭീഷ്ടപ്രദന്മാരവർ സംന്യസിച്ചിടിനാരേവരും. അന്നതു കണ്ടു പരിതാപയുക്തനായി പിന്നെയും ദക്ഷപ്രജാപതി കേവലം ബ്രഹ്മനിയോഗാൽ ശബലാശ്വന്മാരെന്നു നിർമ്മലന്മാരായ നന്ദനന്മാരെയും ചെമ്മേ ജനിപ്പിച്ചു കൊണ്ടാനസിഗ്നിയാം ധർമ്മധാരങ്ങളിൽ നിന്നതിവിദ്രുതം കൽമഷം തീർന്നവരും നാരദാജ്ഞയാൽ ഉന്മേഷമുൾക്കൊണ്ടു സംന്യസിച്ചിടിനാർ. നന്ദനന്മാരവരായിരവും ബധ സംന്യസിച്ചാരെന്നറിഞ്ഞധ ദക്ഷനും കോപേന നാരദൻ തന്നെ ശപിച്ചു സന്താപ സംയുക്തനായന വിളംബിതം. പിന്നെയും ബ്രഹ്മാനുനീതനസഗ്നിയിൽ നിന്നങ്ങറുപതു കന്യകമാരെയും ചെമ്മേ ജനിപ്പിച്ചവർകളിൽ 10 ധർമ്മരാജന്നു കൊടുത്തോരനന്തരം മാരീചനായി 13,27 പേരെ മുതിർന്നു ജൈവാതൃകനും തഥാ ഭൂതനും അങ്കിരാവിനും കൃതാശ്വനും പ്രീതനായങ്ങിതിരുവരെയും തഥാ താക്ഷനു 4 കൊടുത്താനതിൽ സാധ്യരുമാശു വിശ്വദേവതകളും വിശ്വകർമാവും വസുക്കളും രുദ്രനും അശ്വിനീ ദേവകളും ധർമ്മപുത്രന്മാർ മറ്റും പലരുണ്ടു. പിന്നെയും 10 പേർ പെറ്റുള്ള ധർമ്മതനയന്മാരായവർ അംഗിരാവിന്നു പിതൃക്കൾ അരുണനുമങ്ങു ഗരുഡനനവധി നാഗങ്ങൾ തങ്ങളും താക്ഷജന്മാർ പോലവരെല്ലാം ഇങ്ങനെയുള്ളവരെന്നറിഞ്ഞിടു നീ. നിൽക്കതെല്ലാം അതിഥി ദിതിയും ധനു മൈക്കണ്ണി കാഷ്ടയരിഷ്ടസുരസയും ചൊൽക്കൊണ്ടെഴുമിളയും മുനിയും ക്രോധമുഖ്യവശയുമത്താമ്രസുരഭിയും പിന്നെ സരമാത്തിമിയിവർ കശ്യപൻ തന്നുട പത്നിമാരല്ലോ 13 എന്നവർ തമ്മുടെ സന്തതിയാലുലകം നിറഞ്ഞു സർവജന്തുഭീരങ്ങുമേ. മന്നവ
കേൾത്തിമി സന്തതിയായതങ്ങന്വഹമന്ന സത്വങ്ങളറിക നീ. സാരമേയന്മാർ നിരന്തരം ശ്വാപതന്മാരിഹ നിത്യം സുരഭിജാതികൾ. ഗോകുലം താമ്രസുതന്മാർ ഖഗാദികൾ. ഏകദാ കേൾ മുനിക്കപ്സരസാം ഗണം. ക്രോധവശയ്ക്കുളവായുള്ള സന്തതി ജാതികൾ പോൽ സർപ്പജാതികളാദികൾ. കേവലമിങ്ങിളാ സന്തതി ജാതമിസ്ഥാവര ജാതികൾ. സർവലോകങ്ങളിൽ കേൾക്ക സുരസ പെറ്റുണ്ടായി തൂഴിയിൽ. രാക്ഷസവംശമൊരുവക ഭൂപതേ. ഗന്ധർവ സംഘമരിഷ്ടതൻ സന്തതി. സന്തതി കാഷ്ടയ്ക്കുളയായതശ്വാദികൾ. ഗന്ധർവ സംഘമരിഷ്ടതൻ സന്തതി. സന്തതി കാഷ്ടയ്ക്കുളായതശ്വാദികൾ. ദാനവന്മാർ ധനുസൂനുക്കളുണ്ടനേകാനാം. ദിതിസുതന്മാർ ദൈത്യസംഘവും. പൂർവജയാകുമതിഥിക്കു സൂനുക്കളാമവർ 12 പേരവർകൾക്കു വിവസ്വാനു മര്യമാ പൂഷാ വധാപി ച ത്വഷ്ടാ സവിതാവും. നീതിമാനാം ഭഗൻ ധാതാ വിധാതാവും. പ്രീതൻ വരുണനും മിത്രനുമിന്ദ്രനും വിഷ്ണുവുമെന്നിവർ 12 വിഷ്ണുരാധപ്രഭോ കേട്ടുകൊൾകെന്നതിൽ. ശ്രാദ്ധദേവൻ മനുവും ധർമ്മരാജനും തീർത്ഥഭൂതാഢ്യയായുള്ള യമുനയും ആശുനേയന്മാരുമാഹന്തമന്ദനും ആശ്ചര്യരൂപനായുള്ള സാവർണിയും സാധ്വീതപതിയുമെന്നിവർ കേവലം. മൂത്തവനായ വിവസ്വാനപത്യങ്ങൾ അര്യമാവിന്നു ചരണികളെന്നു തൽപര്യായ നാമങ്ങൾ തന്നപത്യങ്ങൾ പോൽ. പൂഷാവിനില്ലപത്യം ദിതിവംശൈകഭൂഷണയായ രോചനയാം ഭാര്യയിൽ. ത്വഷ്ടാവിന് സന്നിവേശനും കേവലം. ഇഷ്ടനാം വിശ്വരൂപൻ താനുമിങ്ങനെ. രണ്ടപത്യങ്ങളതിൽ വിശ്വരൂപനെ കണ്ടു ബൃഹസ്പതിയെ കളഞ്ഞങ്ങഥ. കൊണ്ടാൻ പുരോഹിതനായ അമരേന്ദ്രനക്കണ്ടകദൗഹിത്രനാകുന്നതെങ്കിലും. എന്നതു കേട്ടഭിമന്യുജൻ ശ്രീശുകൻ തന്നെ തൊഴുതു ചോദ്യം ചെയ്തിതഞ്ജസാ. എന്തിനു ദേവകൾ ഗീഷ്പതിയെ കളഞ്ഞന്തരാ വിശ്വരൂപം ഗുരുവായ്ക്കൊണ്ടു ചൊല്ലിത്തരേണമെന്നുള്ളതു കേട്ടുടൻ ഉള്ളം തെളിഞ്ഞരുൾ ചെയ്തിതു ശ്രീശുകൻ. സർവദൈശ്വര്യ സമൃദ്ധനായി മേവിന ദേവേന്ദ്രനെ കാൺമതിന്നു ബൃഹസ്പതി. താനേകദാ ചെന്ന നേരത്ത് ഋഷുഭുക്ഷനും മാനമദം കലർന്നാദരിയായികയാൽ. കോപം കലർന്നു താപേന സുരഗുരു വേപിതനായി ഗൃഹത്തിനെഴുന്നള്ളിനാൻ. പിന്നെ പരമാർത്ഥമുള്ളിലുണ്ടായളവിന്ദ്രൻ വിവേകവൈരാഗ്യ സംയുക്തനായി ചെന്നാൻ ബൃഹസ്പതിയെ പ്രസാദിപ്പിപ്പാൻ. എന്നളവെങ്ങുമേ കണ്ടീല ജീവനെ. തമ്പോക്കലുള്ള പരാധം നിമിത്തമായി ഉംബർഗോനേറ്റം പ്രയത്നേന പിന്നെയും ജീവനെ തേടി നടന്നു കാണായികയാൽ ആവിരാനന്ദം കുറഞ്ഞു വാണീട്ടിനാൻ. അങ്ങനെയുള്ളോരവസരം കേൾക്കയാൽ ഇങ്ങസുരേന്ദ്രൻ പടയോട്ടുകൂടവേ വന്നമരാപുരി ചുറ്റും വളഞ്ഞളവുന്നതി കെട്ടു തോറ്റിയിടിനാർ ദേവകൾ. ചെന്നു വിരിഞ്ചനോടന്നതെല്ലാം പുനരിന്ദ്രൻ തൊഴുതുണർത്തിച്ചു നിന്നീട്ടിനാൻ. മന്ദേതരമതു കേട്ടു ചതുർമുഖൻ തന്നുള്ളിലമ്പോടു ചിന്തിച്ചു സാദരം. ഖിന്നത തീർത്തു രക്ഷിപ്പാൻ പുരോഹിതൻ തന്നെ പിരിയാതെ വേണം നിരന്തരം. സന്ദേഹമില്ലതില്ലാഞ്ഞാലിതു വരും. എന്നാലിതിന്നിയൊന്നു വേണം ഭവാൻ. ദേവകുലാചാര്യനായ ബൃഹസ്പതി ജീവപ്രസാദമുണ്ടാവോളവും മുതാ. വിശ്വരൂപം ഗുരുവായി വരിച്ചാലുമങ്ങിച്ഛകളെല്ലാം വരുത്തുമവനെടോ നിശ്ചയം. നന്നായി വരുമെന്നരുൾ ചെയ്താൻ. നിശേഷതാപങ്ങൾ
തിരുമാറങ്ങനെ വിശ്വസൃക്കമ്പോടരുൾ ചെയ്തു കേട്ടുടൻ ദുശ്യവനൻ ചെന്നു വിശ്വരൂപം തഥാ നിസ്സംശയം ഗുരുവായി വരിച്ചിടിനാൻ. ഉൾച്ചേർന്നെഴും ബഹുഭക്ത്യാപി സാദരം പശ്ചാദഭയദമായി പാപനാശന വശ്യമായി മേവും പുരുഷാർത്ഥസാധ്യമായി സത്യമായുള്ളൊരു നാരായണ കവചത്തെയുപദേശിച്ചിടിനാൻ ബുദ്ധിമാൻ. നിത്യമതുകൊണ്ടും അങ്ങവൻ തന്നനുവൃത്തനായാശ്രയം കൊണ്ടും നിരന്തരം ശക്രനശേഷദിതി സുതന്മാരെയും ഒക്കെ ജയിച്ചു ലോകത്രൈകേന്ദ്രനായി സദ്യോ വിളങ്ങിനാൻ മുന്നേതിലേറ്റമങ്ങദ്യൈവ വിശ്വരൂപ പ്രഭാവങ്ങളാൽ. തൽപ്രഭാവ പ്രഭുവിന്നു ശിരസുമൂന്നെപ്പോഴുമെന്നതിലൊന്നോദനത്തിനും സോമപാനത്തിനും മദ്യപാനത്തിനും ആമവ മൂന്നുമവനു സുരഗണം മോദേന നൽകും അവിർഭാഗമേവരും സാദരം കാൺകെ വെളിച്ചമേ കേവലം ദാനവന്മാരൊളിച്ചും കൊടുപ്പോരതു താനവ രണ്ടും ഭുജിക്കുമാറാകുന്നു. അങ്ങനെ വാഴുന്ന കാലമസുരകൾ അങ്ങു നൽകും ഹവിർഭാഗമതേകഥാ തിങ്ങും കുതൂഹലത്തോടെ ഭുജിച്ചളവെങ്ങു നിന്നെന്നറിഞ്ഞീല മഹേന്ദ്രനും ചെന്നു കണ്ടാശു കോപിച്ചു വജ്രേണ താനന്നവൻ തൻ തല മൂന്നുമനുക്ഷണം വെട്ടിക്കളഞ്ഞവ പക്ഷികളായുടൻ പെട്ടെന്നുയർന്നിതാകാശദേശാന്തരെ. വിശ്വരൂപ പ്രഹൃത്യാകൃതപാതകമച്യുത പൂർവജനോടടുത്തു തഥാ സത്വരമന്നതു കണ്ടു പുരന്തരൻ ചത്വാരി ഭാഗിച്ചു വെച്ചുകൊണ്ടൊക്കെയും തുല്യമാക്കി ക്ഷമാഭൂരുഹവാരിധി മല്ലാക്ഷികൾക്കു കൊടുത്തൊഴിച്ചിടിനാൻ. അക്കാലമങ്ങമരേന്ദ്രം ജയിപ്പോരു മുഷ്കര ശത്രുവന്നുദ്ഭവിച്ചിടുവാൻ ത്വഷ്ടാ തുടങ്ങിന ഹോമകുണ്ടത്തിൽ നിന്നെട്ടാശകൾ ബത പൊട്ടുമാറൂറ്റമായി വെട്ടുമിടികളും ഞെട്ടുമാറാഴികൾ വട്ടം തിരിഞ്ഞു കീഴ്മേൽ മറിയും വണ്ണം പൊട്ടിപ്പൊരിക്ക നൽതൂകും മിഴികളോടട്ടഹാസങ്ങളും ചെയ്തെഴുന്നീട്ടിനാൻ. വൃത്രാസുരേന്ദ്രനത്യുഗ്രപരാക്രമചക്രനഭ്രം തല തട്ടി നിൽക്കുന്നവൻ വക്രം പിളർന്നലറിക്കൊണ്ടു പാഞ്ഞു വന്നെത്തുന്നതു കണ്ടു സർവഭൂതങ്ങളും പേടിച്ചതിശയമോടിക്കിഴച്ചിടതി ഈടുന്നവരൊളിച്ചാർ പല ദിക്കിലും. കൂടത്തുടർന്നടുക്കുന്നവരൊട്ടതിൽ ചാടിപ്പിടിച്ചുടൻ വാരി വിഴുങ്ങിയും ഘോരൻ വരുന്നതു കണ്ടു സുരാന്വയം നേരെ തുടർന്നടുത്തായുധ പങ്ക്തിയെ തൂകിച്ചുഴന്നതു വട്ടം തിരിഞ്ഞവൻ ആകുലമെന്നിയെ താൻ മതിച്ചീട്ടിനാൻ. ധാരാവർഷങ്ങളോരോ വിധം മഹാവാരാകരം പോലെ താനടക്കിയിട്ടിനാൻ. വായും പിളർന്നടുത്താനവൻ പിന്നെയും പേയായി ചമഞ്ഞു പാഞ്ഞാരമരൗഘവും ദേവേന്ദ്രനാദികൾ പാരം വിഷണ്ണരായി ആവതെന്തൊന്നിതിനെന്നുഴന്നേവരും. പാലാഴി പൂക്കഖിലേശ്വരനീശ്വരൻ നാലായ വേദാന്ത സാരാർത്ഥനവ്യയൻ കാലാരിസേവിത പാദാംബുജൻ പരൻ കാലസ്വരൂപൻ കമലാലയാവരൻ നീലാംബുദാമല കോമളൻ സുന്ദരൻ നീലാരവിന്ദദലായ തലോചനൻ ലോകൈകദേശികനാത്മാ നിരഞ്ജനൻ ലോകാരവിന്ദ ഹൃദിസ്ഥിതൻ തൻ പദം വീണു തൊഴുതതിസംഭ്രമാൽ ത്രാണനിപുണം ദയാലയമവ്യയം കൂപ്പിസ്തുതിച്ചു ചരിത്രനാമങ്ങളും പേർപ്പെട്ടു വന്ദിച്ചു നിൽക്കുന്നവർകളിൽ പ്രീത്യാ മുകുന്ദൻ പ്രസാദിച്ചരുൾ ചെയ്ത വാർത്തകൾ കേട്ടു തൊഴുതിങ്ങു പോന്നവർ നിത്യം തപസ്സു ചെയ്തിടും ദധീജിയെ പ്രാർത്ഥിച്ചു വാങ്ങിനോരസ്ഥികൾ കൊണ്ടുടൻ
ചേർത്തു ചമച്ചെടുത്തോരു വജ്രത്തെയും ഗോത്രാരി കൈക്കൊണ്ടമരൗഘസേനയാ സാർദ്ധമൊരുമിച്ചു ചെന്നതിർത്തിയിടിനാൻ. ചേർത്തു മഹാഘോരനോടു സരഭസം യുദ്ധം ഭയങ്കരമായി വന്നിതത്രയും. ഉദ്ധൃതമായ സിംഹധ്വനി പൂരവും ദിക്കുകൾ തോറും നിറഞ്ഞു പരന്നുടൻ ഒക്കെ പ്രതിധ്വനിക്കൊണ്ടിളകി തുലോം ദേവാസുരായോധനം. കീഴിലാരുമങ്ങി വണ്ണമാഹന്ത കണ്ടീലൊരിക്കലും. പോരിലിവിടെ വരുന്നതെന്തെന്നഹോ നാരദനാദികൾ സംശയിക്കും വിധൗ. ദേവാരികൾ തൂകുമസ്ത്രങ്ങളൊക്കവേ ദേവകൾ ഖണ്ഡിച്ചൊടുക്കുമ്പോൾ കേവലം വൃക്ഷശൈലാദികൾ കൊണ്ടുടൻ ആവോളവും പ്രഹരിച്ചാരസുരകൾ. ദേവകളങ്ങവയും നുറുക്കി പ്രതിഭാവമോടായുധപംക്തികൾ തൂകിനാർ. കാൽക്കരം തോൾത്തുടയറ്റു സംഭ്രമിച്ചാകുലപ്പെട്ടു ചുഴന്ന സുരൗഘവും പായുന്നളവു തടുത്തു വൃത്രാസുരന്മായ മൊഴിഞ്ഞു ചൊല്ലിയിട്ടിനാൻ നീതികൾ. ദാനവന്മാർ ഭയം പൂണ്ടതേതും ബഹുമാനിയാതെ പല ദിക്കിനുമോട്ടിനാർ. താനതു കണ്ടവർ തമ്മേ അയച്ചുടൻ വാനവരോടു വൃത്രാസുരൻ ചൊല്ലിനാൻ. ദേവകളെ നിങ്ങൾ പായുന്നരികളെ പോവാനയപ്പിൻ മധിക്കരുതാരെയും. പോരിനു പാരമുണ്ടാഗ്രഹമെങ്കിലോ നേരെ വരുവിൻ മതി നിങ്ങളോടു ഞാൻ ചാകിലും കൊൽകിലും. നന്നെന്നെതിർത്തവൻ നാഗികളോടു പൊരുതാനൊരു തരം. അപ്പൊഴുതിന്ദ്രനും ചെന്നെടുത്തിടിനാൻ അൽപേതരാഹവം ചെയ്താരിരുവരും. മധ്യേ പലവിധം പാരുഷവാക്യങ്ങൾ സദ്യ പൊഴിഞ്ഞു പരാക്രമിക്കും വിധൗ. ഭേദമൊന്നേതും ചെറുതു കാണായ്ക്കയാൽ ആതിഥേയാധിപനോട് തുടർന്നവൻ ശൂലമെടുത്തു പിടിച്ചയച്ചാനതു കാലമസുരകരവുമാ ശൂലവും. കൂടയുടനരിഞ്ഞിട്ടവനങ്ങതിനാടൽ കൂടാതെ മറ്റേ കരത്താലവൻ കോപാലിരുമ്പഴുകെ പ്രയോഗിച്ചതേറ്റാ പൂർണ്ണവേദനയാൽ അമരേന്ദ്രനും. കയ്യിൽ നിന്നൂഴിയിൽ വീണിതു വജ്രവും മയ്യൽ പൂണ്ടാശു മയങ്ങിനാനേറ്റവും. വൃത്രനതു കണ്ടു പൊട്ടിച്ചിരിച്ചുടൻ ഭക്തിപ്രയുക്തമാം വാക്കുകൾ ചൊല്ലിനാൻ. തത്രൈവ ഭക്തി വളർന്ന ശതക്രതു സത്യാത്മകം പ്രയോഗിച്ചു രണ്ടാമതും വജ്രമെടുത്തുകൊണ്ടൈരാവതോ പരിവിജ്വരചേതസാ താനടുത്തിടിനാൻ. വൃത്രനിരുമ്പഴുകങ്ങെടുത്ത ശ്രമം ചിത്തവേഗാൽ പ്രയോഗിച്ചു രണ്ടാമതും. മുക്തമായുള്ളോരിരുമ്പഴുകപ്പൊഴുതത്യരം ഖണ്ഡിച്ചയച്ച കരത്തെയും വജ്രമതിനാൽ അരിഞ്ഞു വീഴ്ത്തിയിടിനാൻ. ഉജ്ജ്വലിതാമർഷമപ്യസുരേന്ദ്രനും വക്ത്രേണ ചെന്നെടുത്തൈരാവതത്തെയും ശക്രനെയും കൂടവേ വിഴുങ്ങിയിടിനാൻ. നിർജ്ജരന്മാരും പരിഭ്രമിച്ചിടിനാർ. വജ്രിയും നാരായണ കവചത്തിനാൽ രക്ഷിതനായാൻ ഗജേന്ദ്രനുമേതുമേ വിഘ്നമുണ്ടായില്ല തൽപ്രഭാവത്തിനാൽ. പിന്നെയങ്ങനെ നിന്നു പുരന്ദരൻ ഉന്നതനാം കവിവീരനെ തന്നെയും നീക്തിക്കാതെ നിന്നു പുറപ്പെടും വണ്ണം പരിവൃത്ത വിസ്താരമന്തര. വന്നുകൂട്ടും പ്രകാരം ശതകോട്ടിയാൽ അന്യൂനവേഗേന തച്ചഠരാന്തരം വെട്ടിക്കുറച്ചിടമുട്ടി നിൽക്കും പരിവട്ടഖണ്ഡത്തെയും തട്ടിക്കളഞ്ഞുടൻ. തുഷ്ട്യാ പുറപ്പെട്ടളവിടരുറ്റവൻ ദൃഷ്ടികൾ മന്ദിച്ചതു കണ്ടളവു തൽക്കണ്ഠവും വജ്രേണ ഖണ്ഡിച്ചു വീഴ്ത്തിനാൻ. ഉണ്ടായിരു സകലർക്കും ആനന്ദവും വൃത്രവധം ചെയ്കിലുണ്ടായി വരും ബ്രഹ്മഹത്യയുള്ളിലമരേന്ദ്രനും നടേ. ചിത്തത്തിലുണ്ടായിരുന്നതിനശ്വമേധത്താലതിനു പ്രായശ്ചിത്തമെന്നുള്ളതും സത്തുക്കളെല്ലാം അരുൾ ചെയ്തതും പരിശ്രുത്വാ
വസിക്കുന്ന കാലമവനെയും വിഗ്രഹത്തിങ്കൽ വധിച്ചളവേറ്റ മറ്റുഗ്രഹത്യാ മൂർത്തിമത്തായനുക്ഷണം ശക്രനെ നോക്കിയടുത്തതു കണ്ടു തന്നുൾക്കാമ്പിലേറിന ഭീത്യാ പുരന്തരൻ സത്വരമോടിനാൻ കൂടെ തുടർന്നു പാഞ്ഞെത്തി വിരവോടു തൽബ്രഹ്മ ഹത്യയും ഈരേഴുലകങ്ങളിലും തുടർന്നു പാഞ്ഞാരും ശരണമില്ലാഞ്ഞു പരവശാൽ മാനസമായ സരസി മുഴുകിനാൻ വാനവർക്കോനൊരു താമരപ്പൂവത്തിൽ ഗൂഢനായാടലോട്ടെ മരുവീട്ടിനാൻ പേടിയും പൂണ്ടുമൂടി ബ്രഹ്മഹത്യയും വേറെ മൃണാളങ്ങൾ തോറുമെല്ലാം പെരുമാറി നിന്നിടിനാനായിരം വത്സരം കാലം ഭഗവത് സ്മൃതിയോടുകൂടയക്കാലം നഹുഷനൈന്ദ്രം പദം വാഴുവോൻ താനുടനൈശ്വര്യമത്തനായന്തരാമാനിനിയാം ശചീദേവിയെ പുൽകുവാൻ കാമിച്ചപേക്ഷിച്ചളവൾ ചൊല്ലിനാൻ മാമുനിമാരാൽ വഹിച്ചു വന്നിടുവാൻ അന്നവരെ കൊണ്ടു തണ്ടടിപ്പിച്ചുകൊണ്ടന്യൂനമോദമാർന്നങ്ങു പോകുന്നവൻ മന്ദം നടക്കുന്ന മൈത്രാവരുണിയെ ഒന്നു ചവിട്ടിയ നേരം മുനിവരൻ കോപേന നീ പെരുമ്പാമ്പായി ചമകന്നു ശാപവും ചെയ്താനതേറ്റു നരവരൻ താനും അജഗരമായി കിടന്നീട്ടിനാൻ മാനവേന്ദ്രൻ ധർമ്മപുത്രനെ കാൺമോളം മാനസേ താമരപ്പൂവിൽ വിളങ്ങിന വാനവർക്കോനും ഭഗവതുപാസന കാരണം ശുദ്ധനായപ്പോൾ മുനികൾ ചെന്നാരൂഢമോദമോടാഹൂതനായവൻ താപസന്മാരോടു കൂട്ടവേ ചെന്നു തൻ പാപവും വാജിമേധം ചെയ്തു കേവലം ദൂരെ നീക്കിക്കളഞ്ഞാശു കൃതാർത്ഥനായി നാരായണാഗ്രജൻ വാണാൻ നിജപദം ഏവമാഹന്ത കേൾക്കായ നേരം നരദേവനും ശ്രീശുകനോടു ചോദ്യം ചെയ്താൻ മഹാത്മ്യമീശ്വര ഭക്തർക്കൊഴിഞ്ഞൊരു ദേഹികൾക്കും ഭവിക്കുന്നതല്ലായ്കയാൽ രാജസനാകിയ പുത്രനെന്തെത്രയും പൂജനീയം മഹത്വം വളർന്നിടുവാൻ കാരണമെന്നതിനുത്തരം ശ്രീശുകൻ പാരാതെ ചിത്രകേതൂദന്ത സംഗ്രഹം നേരെ തിരിച്ചരുൾ ചെയ്തരുളിയിട്ടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.